തീർച്ചയായും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം കൊല്ലം ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഡെസ്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് അവിടെ ഇരിക്കാൻ തോന്നില്ലെന്ന് എനിക്കറിയാം. ഇവിടെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഒരു അതിഥി കിട്ടിയിട്ടുണ്ട്. രോഹിത് എന്നാണ് പേര്. രോഹിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഐഡിയ സ്റ്റാർസിലൊക്കെ കണ്ട് പല ചാനലുകളും കണ്ടിട്ടുള്ള രാധിക ചേച്ചിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ അമ്മയും മോനും നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് രോഹിത്തിലേക്ക് തന്നെ പോകാം. പെർഫോമൻസ് കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞു. കഴിഞ്ഞു. ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഓക്കെ, എനിക്ക് എ ഗ്രേഡ് കിട്ടി. കിട്ടി. ഓ വെരി ഗുഡ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത പോലൊക്കെ തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റി. അതെ. അമ്മ ഓക്കെ. ചേച്ചി രാത്രി ചേച്ചി നമുക്ക് സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട് ചേച്ചിനെ. പ്രത്യേകിച്ച് ഐഡിയ സ്റ്റാർ സിംഗറിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പല ചാനലുകളിലും ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രോമയും ഒരു പാട്ട് പാടണം എന്ന് തന്നെയായിരിക്കും കേരളാവിഷന്റെ പ്രേക്ഷകർ. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് ഇപ്പോ മോനെ ആലപിച്ച ആ ഒരു പാട്ട് പാടാം. മൈക്ക്. മയും മുകിൽ മറയിൽ വീണ പാടുകയായിരുന്നു മതിലേ മായും മുകിൽ മറയിൽ മഴ വീണ പാടുകയായിരുന്നു ഒരു വളപ്പൊട്ടുപോലെ പ്രണയം ഓർമ്മയിലെങ്ങോ വിതുമ്പി നിൽക്കെ ഉറങ്ങായിരുന്നു മതിലേഖ മയും മൂക്കിൽ മറയിൽ. നമുക്ക് കേരളാവിഷന്റെ പ്രേക്ഷകരും ഇതൊരു ഇരട്ടി മധുരമാണ്. കാരണം മോനെ മാത്രമേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അമ്മയും പാടിയധികം നന്ദിയുണ്ട് ഒരു അവസരത്തിൽ ചേച്ചി. താങ്ക് യു. കേരളാവിഷന് വേണ്ടി 10ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇനി +1 +2 ഒക്കെ ഉണ്ട്. നമുക്ക് അടിച്ച് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും വരും വർഷങ്ങളിലൊക്കെ തന്നെ നല്ല വിജയം കിട്ടട്ടെ. നല്ലൊരു ഭാവി ആശംസിക്കുകയാണ് കേരളാവിഷൻ.